കാനഡയിലെ മാനിറ്റോബയിലുള്ള കിവെറ്റിൻ ലെ പാസ് അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പായി ഭാരതത്തിൽ നിന്നുള്ള സുസൈ ജെസു OMI ചുമതലയേറ്റു. അദ്ദേഹം ഒബ്ലേറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസ സഭയിലെ അംഗമാണ്. കാനഡയിലെ അവർ ലേഡി ഓഫ് ദ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ നൂറുകണക്കിന് മലയാളികളും പങ്കെടുത്തു. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടുന്ന് തന്നെ നിയോഗിച്ചു എന്നതാണ് ആർച്ച് ബിഷപ്പ് സുസൈ ജെസു ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാനഡയിലെ ഗോത്രവർഗ്ഗക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഏറെയുള്ള പ്രദേശമാണ് ഈ അതിരൂപത. അവരുമായുള്ള അനുരഞ്ജനത്തിനും സേവനത്തിനുമാണ് താൻ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എപ്പിസ്കോപ്പൽ ഓർഡിനേഷന്റെ ഭാഗമായി സഭയിലെ മുതിർന്ന മെത്രാൻമാർ ചേർന്ന് പ്രാർത്ഥനകൾ ചൊല്ലിയാണ് സ്ഥാനാരോഹണത്തിന് തുടക്കമിട്ടത്. തുടർന്ന് അദ്ദേഹം അതിരൂപതയുടെ ഔദ്യോഗിക ഭരണ ചുമതല ഏറ്റെടുത്തു. മെയ് 17 തമിഴ്നാട്ടിലെ പുഷ്പവനത്തിൽ ജനിച്ച സുസൈ ജെസു ബംഗളൂരുവിലെ ധർമാരാം വിദ്യാനികേതനിൽ നിന്ന് തത്വശാസ്ത്രത്തിലും മധ്യപ്രദേശിലെ അഷ്തയിൽ നിന്ന് ദൈവശാസ്ത്രത്തിലും ബിരുദം നേടി. കൂടാതെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും കാനഡയിലെ സെയിന്റ് പോൾ സർവകലാശാലയിൽ നിന്ന് കൗൺസിലിംഗിലും സ്പിരിച്വാലിറ്റിയിലും മാസ്റ്റർ ബിരുദവും കരസ്ഥമാക്കി. ഇംഗ്ലീഷ്, തമിഴ് എന്നീ ഭാഷകൾക്ക് പുറമെ കാനഡയിലെ ഗോത്രവർഗ ഭാഷയായ ക്രി അദ്ദേഹം നന്നായി സംസാരിക്കും. 2000 ജൂലൈ 27 പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം 2007 കാനഡയിലേക്ക് മിഷണറി പ്രവർത്തനങ്ങൾക്കായി എത്തുന്നത്. കാനഡയിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിലായിരുന്നു മുഖ്യ പ്രവർത്തനം. എഡ്മണ്ടണിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ വികാരിയായിരിക്കുമ്പോഴാണ് അക്കാലത്ത് കാനഡ സന്ദർശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വീകരിക്കുന്നത്. പിന്നീട് കിവെറ്റനിലെ പാസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ഇദ്ദേഹത്തെ മാർപ്പാപ്പ നിയമിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നത്. ഒബ്ലേറ്റ് മിഷണറിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഏറ്റവും കഠിന സാഹചര്യങ്ങളിൽ സുവിശേഷം എത്തിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. തമിഴ്നാട്ടിൽ നിന്ന് കാനഡയുടെ മഞ്ഞു പുതച്ച വടക്കൻ മേഖലകളിൽ മിഷണറി പ്രവർത്തനത്തിനായി ഇദ്ദേഹം നിയോഗിക്കപ്പെടുന്നതും അങ്ങനെയാണ്. ഇവിടുത്തെ ജനതയെ അദ്ദേഹം സ്നേഹിച്ചു, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ സംസ്കാരവും ഭാഷയും സ്വന്തമാക്കിയതിലൂടെ അദ്ദേഹം അവർക്കിടയിൽ വലിയ സ്വീകാര്യതയും നേടിയെടുത്തു. സഭയും ഗോത്രവർഗ്ഗക്കാരും തമ്മിലുള്ള അനുരഞ്ജന പ്രക്രിയയിൽ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത്. കാനഡയിലെ കിവെറ്റനിലെ പാസ് അതിരൂപത ഭൂമിശാസ്ത്രപരമായി വളരെ വലുതാണ്. കഠിനമായ തണുപ്പും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത്തരം വെല്ലുവിളികൾ നിറഞ്ഞ മേഖലയെ നയിക്കാനാണ് ഒരു ഇന്ത്യൻ പുരോഹിതൻ നിയമിതനായിരിക്കുന്നത് എന്നത് ഭാരതത്തിലെ കത്തോലിക്ക സഭയ്ക്ക് തന്നെ അഭിമാനകരമാണ്. The Lord be with you. And may Almighty God bless you, the Father, the Son, and the Holy Spirit. Amen.